ഹലോ ഗായ്സ്, 2025 നല്ല അടിപൊളി ഡേയ്സ് ആയിരിക്കണം. എനിക്കിന്ന് പ്രാർത്ഥിച്ച് കിടന്നുകൊണ്ടായിരിക്കണം. പിറ്റേ ദിവസം, അതായത് ജാനുവരി 1 ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ജാനുവരി 1 ഏകദേശം ഈവനിങ് ഒരു 6 PM ഞാൻ നാട്ടിലേക്ക് പോകുന്ന കാര്യം കൺഫേം ആക്കിയത്. വളരെ അത്യാവശ്യമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. മേ ബി ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ ഞാൻ റിട്ടേൺ വരും ചെയ്യും. സോ ഞാനും നോഹും മാത്രമേ കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവനും ലഗേജും കൂടി മാനേജ് ചെയ്യാൻ ഞാൻ കുറച്ച് പാടുപെട്ടിരുന്നു. മോർണിംഗിലുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇൻഡിഗോയിൽ കയറുന്നത്. സോ കുറച്ച് ഡിലേ വന്നെങ്കിലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാത്ത യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് ഫ്ലൈറ്റിൽ കയറുന്ന വരെ സ്ട്രോളേഴ്സ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ നോഹിനെയും കൊണ്ട് ഇടങ്ങേറാവാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ഇവിടുന്ന് എടുക്കുന്ന സമയത്തും അതുപോലെ ലാൻഡിങ് ടൈമിലും കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ബാക്കിയുള്ള എല്ലാ യാത്രകളും നല്ല അടിപൊളിയായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ നിന്നൊക്കെ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഹാപ്പിയാക്കി. 2025 ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് വ്ളോഗ്സ് ചെയ്യണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ പടച്ചോന് 2025 നല്ലൊരു യാത്രയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അബുദാബി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ എടുത്തപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും ഒക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഉമ്മാനെയും അജുവാനെയും ഹംനോനെയും ഒക്കെ വിട്ടിട്ട് എത്ര ദിവസമാണെങ്കിലും നിൽക്കണ്ടേ എന്നുള്ള ഒരു സങ്കടം ഉള്ളിൽ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ കയറിയ വഴിക്ക് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് തന്നിരുന്നു കേട്ടോ. ഫുഡ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. കാരണം സാൻഡ്വിച്ച് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. ജസ്റ്റ് 2 ബ്രൗൺ ബ്രെഡും പിന്നെ അതിലൊരു ചീസും 2 കുക്കമ്പർ കട്ട് ചെയ്തതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റേ ഒരു കവർ കണ്ടില്ലേ ബ്ലൂ, അതിൽ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ടൈം ആയിരുന്നു. പക്ഷേ അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓസം. കാരണം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി ഒരു വ്യൂ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കാണുന്നത്. കുറേ മലകൾക്കിടയിലൂടെ മഞ്ഞാണോ മേഘാണോ എന്നുള്ളത് കൺഫേം ആയിട്ട് എനിക്കറിയില്ല. എന്നാലും അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇൻഡിഗോന്ന് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഭയങ്കര എക്സ്പെക്റ്റേഷൻസൊക്കെ ആയിട്ട് ലാൻഡ് ചെയ്ത എനിക്ക് അതിനൊക്കെ വിപരീതമായിട്ടായിരുന്നു കണ്ണൂർ എയർപോർട്ട്. തീരെ തിരക്കുണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഇൻഷാല്ലാ കണ്ണൂരത്തതായിരിക്കും. ബൈ.